കെ.ബി. ഗണേഷ് കുമാർ ആർ ബാലകൃഷ്ണയുടെ മകനായിട്ടാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഇദ്ദേഹം പലപ്പോഴും നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ ചിലത് വിവാദമായിട്ടുണ്ട്, ചിലത് ആളുകൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ് എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല. കാരണം ഒരു ബസ്സിന് 14 ഡ്രൈവർമാർ എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്, ഡ്രൈവറും കണ്ടക്ടർ എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ 6.5 എന്നുള്ള ഒരു റേഷ്യോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമല്ലായിരുന്നു ഈ യദുവിന്റെ ഈ വിഷയം. ആ ആരോപണം ശരിയല്ല, യദുവിനെ പിരിച്ചുവിട്ടത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഒരുപക്ഷെ ഈ കെ.ബി. ഗണേഷ് കുമാർ എന്ന മന്ത്രി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് പറയാമായിരുന്നു. നമസ്കാരം. മലയാള മനോരമയുടെ മന്ത്രിക്ക് ഇത്ര മാർക്ക് എന്ന പരിപാടിയിൽ മന്ത്രി ഗണേഷ് കുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. ഇതിൽ ആര്യ രാജേന്ദ്രനെ കുറിച്ചും ചില പരാമർശങ്ങൾ നടത്തി. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? കെ.ബി. ഗണേഷ് കുമാർ ആർ ബാലകൃഷ്ണയുടെ മകനായിട്ടാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പത്തനാപുരത്ത് അദ്ദേഹം എന്ന് തുടങ്ങി മത്സരിക്കാൻ ആരംഭിച്ചോ അന്ന് എല്ലാം വിജയിച്ചിട്ടുണ്ട് കെ.ബി. ഗണേഷ് കുമാർ. ഈ പത്തനാപുരംകാർക്ക് ഏറെ സുപരിചിതനും ഏറെ താല്പര്യമുള്ള ഒരു ജനകീയ MLA ആണ് കെ.ബി. ഗണേഷ് കുമാർ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. ഇദ്ദേഹം പലപ്പോഴും നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ ചിലത് വിവാദമായിട്ടുണ്ട്, ചിലത് ആളുകൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിവാദങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം മലയാള മനോരമ നടത്തിയ അയ്യപ്പദാസ ജനകനും കൂടി ഇരുന്ന് നടത്തിയ ഒരു പ്രോഗ്രാമാണ് മന്ത്രിക്ക് എത്ര മാർക്ക് എന്ന പ്രോഗ്രാമിലാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ ഒരു അഭിമുഖം നമ്മൾ കണ്ടത്. ഈ അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് KSRTC ലാഭത്തിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ് എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹം UDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അതിനുശേഷം പിന്നീട് LDF മന്ത്രിസഭ വന്നപ്പോൾ ഈ അവസാനത്തെ 2.5 വർഷം അദ്ദേഹം മന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. ഈ അവസാനത്തെ 2.5 വർഷം എന്ന് പറയുന്നത് ആർക്കും വിസ്മരിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് KSRTCക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ KSRTCയിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ KSRTCയിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ, അത് ചില ഡ്രൈവർമാരുടെയും ചില കണ്ടക്ടർമാരുടെയും പെരുമാറ്റങ്ങൾ, ഓവർ സ്പീഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പലരും ഇപ്പോൾ ചോദിക്കുകയായിരിക്കും, KSRTCയൊക്കെ ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിധിവരെ ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും KSRTCയുടെ വണ്ടി അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വന്ന് കയറുന്നതും നമ്മളെ ട്രബിളിലാക്കുന്നു. ഇനിവേ അതല്ല നമ്മുടെ സബ്ജക്റ്റ്. അതായത് ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ KSRTCയിലേക്ക് ഇദ്ദേഹം മന്ത്രിയായിട്ട് വരുന്ന സമയത്ത് 80-ൽ പരം ആശയങ്ങൾ പുതിയതായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കെ.ബി. ഗണേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. കാരണം ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം, കാരണം നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ കണ്ടക്ടർക്ക് ചില്ലറ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ഈ ബാഗ് ഇട്ട് കുലുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വിശദമായിട്ടും വളരെ സരസമായിട്ടുള്ള രീതിയിലുമാണ് അദ്ദേഹം സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ അങ്ങനെ ചില്ലറയുടെ ഒരു പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. 100 രൂപ കൊടുത്തു, 100 രൂപ കൊടുത്തതിന് ശേഷം ഒരു 50 രൂപ തിരിച്ചു വരും. പിന്നീട് 36 രൂപയാണ് ടിക്കറ്റിന് എങ്കിൽ 14 രൂപ ബാക്കി. ആ 14 രൂപയൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നുപോയി വരും. ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ് ഒരു 4-5 പേരെ ഇങ്ങനെ കൂട്ടി കണക്കിയിട്ട് അതായത് 100 രൂപ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ള സിഗരറ്റ് കടയിലോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളക്കച്ചവട കടയിലോ ഒക്കെ പോയിട്ട് വേണം ചില്ലറ മാറാനായിട്ട്. അപ്പോൾ അങ്ങനെ ചില്ലറ മാറുന്ന സമയത്ത് നേരിട്ട് ചില്ലറ കൊടുക്കത്തുമില്ല. ഒന്നെങ്കിൽ ഒരാൾക്ക് സിഗരറ്റ് മേടിക്കണം, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം മേടിക്കണം. അപ്പോൾ ഏതൊക്കെയായാലും 10 രൂപ പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം വന്നതോടുകൂടി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി. അതുകൂടാണ്ട് തന്നെ KSRTCക്ക് ലോൺ കൊടുക്കാനായിട്ട് റിസർവ് ബാങ്ക് തയ്യാറാവത്തില്ലായിരുന്നു. കാരണം KSRTC ഡീഗ്രേഡപ്പെടുത്തിയായിരുന്നു, അത് ഡിഫോൾട്ടർ ലിസ്റ്റിൽ പെടുത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെ.ബി. ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥ സൗഹൃദം, അതായത് KSRTCയിലെ എംപ്ലോയീസുമായിട്ട് സൗഹൃദമായിട്ട് തന്നെ സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. കാരണം മാനേജ്മെന്റും തൊഴിലാളികളുമായിട്ടൊരു സൗഹൃദ അന്തരീക്ഷം മാത്രമുണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനം വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തതിലൂടെ KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് കെ.ബി. ഗണേഷ് കുമാർ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 30,000-ഓളം വരുന്ന ജീവനക്കാരുണ്ടായിരുന്നു. അതായത് ഒരു ബസ്സിന് 14 ഡ്രൈവർമാർ എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്, ഡ്രൈവറും കണ്ടക്ടർ എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ 6.5
എന്നുള്ള ഒരു റേഷ്യോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം സ്വകാര്യ ബസ്സുകൾക്ക് പോലും 2 ഡ്രൈവർമാരുള്ള സമയത്താണ് ഈ KSRTC ഇത്ര 14 പേരൊക്കെ ഡ്രൈവർമാരായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ 30,000 തൊഴിലാളികളിൽ നിന്ന് 20,000-ലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഈ 20,000-ന്റെ അകത്തുനിന്ന് ഇദ്ദേഹം പറയുന്നത് വീണ്ടും വേണമെങ്കിൽ ഒരു 3,000-ഓളം ആളുകളെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് മിക്ക ആളുകൾ 2,799-ഓളം ആ നമ്പർ എടുത്താണ് അദ്ദേഹം പറയുന്നത്. അത്രത്തോളം ആളുകൾ തങ്ങൾക്ക് സുഖമില്ല, അതുകൊണ്ട് റൂട്ടിൽ പോകാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിയമനങ്ങൾ നടത്തുന്നില്ല, KSRTC നിയമനങ്ങൾ നടത്തുന്നില്ല. അതിൻ്റെ കാരണവും അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ KSRTC ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള ഒരു പെൻഷൻ പ്രായം തന്നെയാണ്, മറ്റ് സർക്കാർ ജീവനക്കാരുടെ അതേ പെൻഷൻ പ്രായം തന്നെയാണ് KSRTC നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവറും കണ്ടക്ടറും നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ അവർക്ക് റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. അതുകൂടാതെ അല്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റേതെങ്കിലുമൊക്കെ റിട്ടയർമെന്റിന് ശേഷം മറ്റേതെങ്കിലുമൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഡ്രൈവർമാരൊക്കെ ആയിട്ട് ജോലിക്ക് പോകേണ്ട അവസ്ഥ വരുന്നു. അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അതിനകത്ത് അസസ്മെന്റ് നടത്തി പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ PSC വഴി പോലും ഈ KSRTC ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും കിട്ടാനായിട്ടുള്ള അവസ്ഥകളില്ല. ഇങ്ങനെ KSRTCയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് പരിഷ്കാരങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട്. നമുക്കതിനകത്ത് ഏറ്റവും ഒരു വിയോജിപ്പ് തോന്നിയത് അല്ലെങ്കിൽ ഒരു സങ്കടം തോന്നിയ ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേയർ ആര്യ രാജേന്ദ്രനാണ് ഈ യദു എന്ന് പറയുന്ന ഒരു KSRTC ഡ്രൈവറുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ യദുവിനെ സസ്പെൻഡ് ചെയ്യാനും പിന്നീട് പുറത്താക്കാനും അദ്ദേഹം ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു. ഈ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള യദുവിനെ പുറത്താക്കാനായിട്ടുള്ള കാരണം ഈ ആര്യ രാജേന്ദ്രൻ, അതായത് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭർത്താവും അതോടൊപ്പം തന്നെ ബാലുശ്ശേരി MLA-യുമായിട്ടുള്ള സച്ചിൻ ദേവുമാണ് എന്നുള്ള രീതിയിലാണ് വ്യാപകമായ പ്രചരണം നമ്മുടെ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ KB ഗണേഷ് കുമാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല കാരണം. അവരുടെ ആ ഒരു ഇൻസിഡന്റുമായിട്ട് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ KSRTC ബസ് തടയലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു കാരണം കൊണ്ടല്ല യദുവിനെ പിരിച്ചുവിട്ടിരിക്കുന്നത്. യദു ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് KSRTC ബസ് ഓടിക്കുന്ന സമയത്ത് ഏകദേശം 6 മണിക്കൂറോളം സമയം ഇയർഫോൺ ചെവിയിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കിട്ടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ യദുവിൻ്റെ കോൾ ഡാറ്റകൾ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് KSRTCക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യദുവിനെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയത് എന്നുള്ളൊരു വലിയ വെളിപ്പെടുത്തലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആര്യ രാജേന്ദ്രനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമല്ലായിരുന്നു ഈ യദുവിന്റെ ഈ വിഷയം. എത്ര ആളുകളാണ് ഇപ്പോഴും യദുവിനൊരു രക്തസാക്ഷി പരിവേഷമല്ലേ നമ്മുടെ പൊതുസമൂഹത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പോലും ആര്യ രാജേന്ദ്രനെ വാർത്ത ചെയ്തിട്ടുണ്ട്. KSRTC ബസ് തടഞ്ഞതിലെ ന്യായവും അന്യായം അവിടെ നിൽക്കട്ടെ, അതിനുള്ള അഭിപ്രായ വ്യത്യാസവും നമ്മൾ തുറന്നു പറയാതിരിക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള രീതിയാണ് എന്നും പറയുന്നില്ല. കാരണം അധികാരം കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഏത് ബസ് തടഞ്ഞു നിർത്താം എന്നൊക്കെ പറയുന്നതിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ആര്യ രാജേന്ദ്രനെ പോലെയുള്ള ഒരു SFI പ്രവർത്തക, അവർ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ മേയറായിട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്കെതിരെ ഇതുപോലൊരു ആരോപണം ഉയരുന്ന സമയത്ത് ആ ആരോപണം ശരിയല്ല, യദുവിനെ പിരിച്ചുവിട്ടത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഒരുപക്ഷെ ഈ KB ഗണേഷ് കുമാർ എന്ന മന്ത്രി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് പറയാമായിരുന്നു. ഏകദേശം ഒരു 2.5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവില്ല ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട്. ഈ 2.5 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഇദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ പറഞ്ഞ ആര്യ രാജേന്ദ്രന് ഇതുപോലെ ആക്ഷേപങ്ങൾ, ഒരു അഹങ്കാരി എന്നുള്ള പേര് ഇതൊന്നും ഏൽക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഏതൊക്കെയാലും KB ഗണേഷ് കുമാർ നല്ല മികച്ച മിടുക്കനായിട്ടുള്ളൊരു മന്ത്രിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പത്തനാപുരംകാർക്കൊന്നും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ മുഴുവൻ ആളുകളും കൃത്യമായിട്ട് അംഗീകരിക്കുന്ന ഒരു മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഒരു മന്ത്രിമാരിൽ പെട്ട ഒരു വ്യക്തിയാണ് KB ഗണേഷ് കുമാർ. എങ്കിലും ഒരു ചെറിയൊരു പരിഭവമുള്ളത് KB ഗണേഷ് കുമാറിനോട് ആര്യയുടെ കാര്യത്തിൽ കുറച്ചുകൂടി നേരത്തെ അവരോട് കരുണ കാണിക്കാമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.